Dear students, we are now passing on to the next part of principles of inheritance, non-Mendelian inheritance. Principles of inheritance second part like non-Mendelian inheritance. So non-Mendelian inheritance different topics are incomplete dominance, codominance, multiple allelism, polygenic inheritance, pleiotropy. ഇതൊക്കെയാണ് നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ഫിനോമിനൻ. So first we can see what is incomplete dominance. Incomplete dominance എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഡോമിനൻസ് ഉണ്ട്, പക്ഷേ അത് കംപ്ലീറ്റ് അല്ല, ഇൻകംപ്ലീറ്റ് ആണ്. It is the inheritance in which the offspring shows intermediate character between two parental characteristics. ഇതുവരെ നമ്മൾ കണ്ട മെന്റലിൻ്റെ എക്സ്പെരിമെൻറ്റ്സിൽ നിന്ന് മനസ്സിലായത് ഒരു ജീൻ്റെ രണ്ട് അലീൽസിൽ ഒന്ന് ഡോമിനൻറ്റും ഒന്ന് റിസസീവും ആവാം. ഹെട്രോസൈഗസ് ആണെങ്കിൽ, റിസസീവ് ആണെങ്കിൽ അതിൻ്റെ ക്യാരക്ടർ എക്സ്പ്രസ്ഡ് ആവില്ല, പക്ഷെ ഡോമിനൻറ്റിൻ്റെ മാത്രമേ എക്സ്പ്രസ്ഡ് ആവുള്ളൂ എന്നൊക്കെയാണ് കണ്ടത്. പക്ഷെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ രണ്ട് പാരൻസിൽ നിന്നും കിട്ടുന്ന അലീൽസിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് ക്യാരക്ടറാണ് സാധാരണ നെക്സ്റ്റ് ജനറേഷനിൽ കാണുക. അതായത് ഡോമിനൻ്റ് ആയിട്ടൊന്നോ റിസസീവ് ആയിട്ടൊന്നോ ഉണ്ടാവില്ല, അതിൻ്റെ ഇടയിലുള്ള ഒരു ക്യാരക്ടറാണ് കാണുക. ഫോർ എക്സാമ്പിൾ, ഫ്ലവർ കളർ ഇൻ സ്നാപ് ഡ്രാഗൺ ആൻഡ് മിറാബിലിസ് ജലപ്പ, 4 o'clock പ്ലാന്റ്. പ്ലാന്റ്സ് നമുക്ക് നിങ്ങൾ കോമൺ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്, 4 മണിച്ചെടി. ഹിയർ ദ ക്രോസ് ബിറ്റ്വീൻ ഹോമോസൈഗസ് റെഡ് ആൻഡ് വൈറ്റ് പ്രൊഡ്യൂസസ് പിങ്ക് ഫ്ലവേർഡ് പ്ലാന്റ്. അപ്പോൾ മിറാബിലിസ് ജലപ്പ എന്ന് പറഞ്ഞാൽ 4 മണി പൂവ് എന്ന് പറയുന്നതാണ്, 4 മണിക്ക് വിടരുന്ന പൂവാണത്. അപ്പോൾ അതിലത്തെ ചെടിയുടെ ഒരു ക്രോസ്, റെഡ് കളറുള്ള പൂക്കളുള്ള ഒരു ചെടിയും വൈറ്റ് ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന ചെടിയും ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ റിസൾട്ട്, നമ്മൾ ഇതുവരെ കണ്ട റിസൾട്ട്സ് മെൻ്റലിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് വെച്ചിട്ട് കിട്ടേണ്ടത് ഒന്നുകിൽ എല്ലാം റെഡ് ആയിരിക്കണം അല്ലെങ്കിൽ വൈറ്റ് ആയിരിക്കണം. പക്ഷെ ഇവിടെ കിട്ടിയത് പിങ്ക് കളേർഡ് ഫ്ലവറാണ്. അത് റെഡിൻ്റെയും വൈറ്റിൻ്റെയും ഒരു ഇൻ്റർമീഡിയറ്റ് കളറാണ് കണ്ടത്. ആൻഡ് ദിസ് ഫിനോമിനൻ ഇസ് കോൾഡ് ആസ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അപ്പോൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഹിയർ ദ ഫിനോട്ടിപ്പിക് റേഷ്യോ ആൻഡ് ജീനോട്ടിപ്പിക് റേഷ്യോ വിൽ ബി സെയിം. ഇത് ഒരേ ഒരു ഫിനോമിനനിലേ അത് കാണുള്ളൂ. അങ്ങനെ ബോത്ത് ദ ഫിനോട്ടിപ്പിക് റേഷ്യോ ആൻഡ് ജീനോട്ടിപ്പിക് റേഷ്യോ വിൽ ബി സെയിം ഇൻ ദ കേസ് ഓഫ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ദാറ്റ് ഈസ് 1:2:1. ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ്. റെഡ് ഫ്ലവർ ക്രോസ്ഡ് വിത്ത് വൈറ്റ് ഫ്ലവർ പ്ലാന്റുമായിട്ട് ക്രോസ് ചെയ്തു. ഇപ്പോൾ റെഡ് ഡോമിനൻ്റ് ആയതുകൊണ്ട് ക്യാപിറ്റൽ ആർ, വൈറ്റ് സ്മോൾ ആർ. രണ്ടിൽ നിന്നും ഓരോ ടൈപ്പ് അലീൽസ് ഫോം ചെയ്തു. ആൻഡ് ദ ന്യൂ ഫസ്റ്റ് ജനറേഷൻ ഇസ് ഫോം. അതെങ്ങനെയായിരുന്നു? ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. നോർമൽ കേസിൽ ഇത് റെഡ് ആവേണ്ടതായിരുന്നു, പക്ഷേ ഇവിടെ പിങ്ക് കളറായിട്ടാണ് വന്നത്. ഇനി അതിന് വീണ്ടും സെൽഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയതും ഒരു റെഡ്, ഒരു വൈറ്റ്, 2 പിങ്ക്. അതുകൊണ്ടാണ് അതിൻ്റെ ഫിനോട്ടിപ്പിക് റേഷ്യോ 1:2:1. 1 റെഡ്, 2 പിങ്ക്, 1 വൈറ്റ്. അത് ജീനോട്ടിപ്പിക് റേഷ്യോ 1:2:1 ആണ്. സെയിം ആയിട്ട് വന്നു. Then next is incomplete dominance. It's inheritance in which both alleles of a gene are expressed in a hybrid. Next, codominance ആണ്. codominance അതായത് ഒരുമിച്ച്, നേരത്തെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആയിരുന്നു, ഇവിടെ കോഡോമിനൻസ് എന്ന് പറയുമ്പോൾ രണ്ട് അല്ലീൽസിൻ്റെ ഒരുമിച്ച് എക്സ്പ്രസ്ഡ് ആവുന്നു, കോഡോമിനൻസ്. അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പിൽ എയും ബിയും, AB ഗ്രൂപ്പ് എന്ന് വന്നത് കോഡോമിനൻസിൻ്റെ ഒരു എക്സാമ്പിളാണ്. AB ഗ്രൂപ്പ്. Here the ABO blood grouping in human beings. അതാണ് എക്സാമ്പിൾ. ABO blood groups are controlled by gene I. I gene ആണ് ബ്ലഡ് ഗ്രൂപ്പ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. I ജീനിന് 3 അല്ലീൽസ് ഉണ്ട്. IA, IB ആൻഡ് സ്മോൾ ഐ. സ്മോൾ ഐക്ക് പകരം ചിലപ്പോൾ I0 എന്ന് ചിലയിടത്ത് കാണാറുണ്ട്. അപ്പോൾ IA, IB, സ്മോൾ ഐ അല്ലെങ്കിൽ I0 രണ്ടും സെയിം തന്നെയാണ്. I and IB produce a slightly different form of sugar. Allele I, small I, doesn't produce any sugar. ഇതാണ് നോർമൽ കേസ്. ആൻറ്റിജൻ എ ആണെങ്കിൽ ബ്ലഡ് ടൈപ്പ് എ ആണ്. ആൻറ്റിജൻ ബി ആണെങ്കിൽ ബ്ലഡ് ടൈപ്പ് ബി ആണ്. ആൻറ്റിജൻ എ ബി ആണെങ്കിൽ ഉണ്ടാവണമെങ്കിൽ ബ്ലഡ് ടൈപ്പ് ഏതായിരിക്കും? AB ആണ്. 2 ആൻറ്റിജനും ഇല്ലെങ്കിൽ ബ്ലഡ് ടൈപ്പ് O ആണ്. അപ്പോൾ AB എന്ന കണ്ടീഷൻ വരുന്നത് 2 അലീൽസും എക്സ്പ്രസ്ഡ് ആവുന്ന ഒരു കേസിലാണ് AB വരിക. അപ്പോൾ ദാറ്റ് ഈസ് ദ ഗുഡ് എക്സാമ്പിൾ ഫോർ
The phenomenon co-dominance. ബ്ലഡ് ഗ്രൂപ്പിംഗ് ഇങ്ങനെയാണ്. ബ്ലഡ് ഗ്രൂപ്പ് എ ജീനോടൈപ്പ് IA അല്ലെങ്കിൽ IAI വരാം. ബി ആണെങ്കിൽ രണ്ട് പോസിബിലിറ്റീസ് ആണ്. രണ്ടും ഇത് ഹോമോസൈഗസ് IB ആവാം, അല്ലെങ്കിൽ ഹെട്രോസൈഗസ് കണ്ടീഷനിൽ IB സ്മോൾ I ആവാം. AB ആണെങ്കിൽ IAIB ആണ്. രണ്ടും എക്സ്പ്രസ്ഡ് ആവാണ് ഇവിടെ. O ആണെങ്കിൽ രണ്ട് സ്മോൾ I. ഇങ്ങനെയാണ് ജീനോടൈപ്സ്. ബ്ലഡ് ഗ്രൂപ്പിന്റെ ഡിഫറെൻറ്റ് ജീനോടൈപ്സ്. അലീൽസ് ഫ്രം പാരന്റ് 1. ഫസ്റ്റ് പാരന്റിന്റെ അലീൽ IA കിട്ടുന്നെങ്കിൽ, കുട്ടിക്ക് കിട്ടുന്നെങ്കിൽ, പാരന്റ് 2ന്റെ IA ആണെങ്കിൽ കുട്ടി എങ്ങനെയായിരിക്കും? A ഗ്രൂപ്പ് ആയിരിക്കും. ഇതും IAയും സ്മോൾ I ആണെങ്കിലും കുട്ടി A ഗ്രൂപ്പ് ആയിരിക്കും. ഇവിടെ രണ്ട് പാരന്റിൽ നിന്നും IB ആണെങ്കിലും B ഗ്രൂപ്പ് ആയിരിക്കും. ഒരു പാരന്റ് IBയും ഒരു പാരന്റ് സ്മോൾ I ആണെങ്കിലും B ഗ്രൂപ്പ് ആയിരിക്കും. ഒരു പാരന്റ് IAയും ഒരു പാരന്റ് IB ആണെങ്കിൽ കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് AB ആയിരിക്കും. തിരിച്ചും ആണെങ്കിലും കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് AB ആയിരിക്കും. ഇനി ഫസ്റ്റ് പാരന്റിന്റെ സ്മോൾ ഐയും സെക്കൻഡ് പാരന്റ് സ്മോൾ I ആണെങ്കിൽ യാതൊരു സംശയവുമില്ല, രണ്ട് ആന്റിജൻസ് പ്രസന്റ് അല്ല. അതുകൊണ്ട് രണ്ട് ആന്റിജൻസ് ആബ്സെന്റ് ആണ്. കണ്ടീഷനാണ് O ഗ്രൂപ്പ്. It is the presence of more than 2 alleles of a gene to govern the same character. ഒന്നിൽ കൂടുതൽ അലീൽസ് പ്രസന്റ് ആയതുകൊണ്ടാണ് ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്. അത് മൾട്ടിപ്പിൾ അലീലിസം. അതിനും ഏറ്റവും നല്ല എക്സാമ്പിൾ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണ്. സാധാരണ നമ്മളെപ്പോഴും ഒരു ജീനിന് 2 അലീൽസ് ആണ് കണ്ടത്. ഇവിടെ ഒന്നിൽ കൂടുതൽ അലീൽസ് ബ്ലഡ് ഗ്രൂപ്പിൽ നമ്മൾ കണ്ടു. 3 അലീൽസ് പ്രസന്റ് ആണ്. I ജീനിന് 3 അലീൽസ് ഉണ്ട്. IA, IB ആൻഡ് സ്മോൾ I. അപ്പോൾ ഈ 3 അലീൽസ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ അലീൽ കണ്ടീഷനാണ്. ഇതൻ ഇൻഡിവിജ്വൽ ഓൺലി 2 അലീൽസ് ആർ പ്രസന്റ്. അപ്പോൾ ഒരാളിൽ ബ്ലഡ് ഗ്രൂപ്പ് പറയുന്ന ഒരു 2 അലീൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ആക്ച്വലി ആ ജീനിന് 3 അലീൽസ് പ്രസന്റ് ആണ്. ഒരു പോപ്പുലേഷൻ എടുത്താൽ 3 അലീൽസ് I ജീനിനാണ്, ഈ ബ്ലഡ് ഗ്രൂപ്പ് ഡിസൈഡ് ചെയ്യുന്ന ജീനിന് കാണാൻ സാധിക്കും. പക്ഷെ ഒരു മനുഷ്യനിൽ 2 അലീൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് ഈസ് പോളിജെനിക് ഇൻഹെറിറ്റൻസ്. പോളി മീൻസ് മെനി, കുറേ ജീൻസിന്റെ ഇൻഹെറിറ്റൻസ് അല്ലേ. ഇറ്റ് ഈസ് ദ ഇൻഹെറിറ്റൻസ് ഇൻ വിച്ച് സം ട്രേറ്റ്സ് ആർ കൺട്രോൾഡ് ബൈ സെവറൽ ജീൻസ്. ചില ട്രേറ്റുകൾ, ചില ക്യാരക്ടേഴ്സ് കുറേ ജീൻസ് കൺട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥേനെയാണ് പോളിജെനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയാം. അത് ഒരു ക്യാരക്ടർ ഒന്നിൽ കൂടുതൽ ജീൻസ് കൺട്രോൾ ചെയ്യുകയാണ്. എക്സാമ്പിൾ ഹ്യൂമൻ സ്കിൻ കളർ, ഹ്യൂമൻ ഹൈറ്റ്, ഇതൊക്കെ പോളിജെനിക് ഇൻഹെറിറ്റൻസിന്റെ എക്സാമ്പിൾ ആണ്. ഇറ്റ് കൺസിഡേഴ്സ് ദ ഇൻഫ്ലുവൻസ് ഓഫ് എൻവയോൺമെന്റ്. ഇവിടെ എൻവയോൺമെന്റ് ഇൻഫ്ലുവൻസും കൂടിയും ഒരു ഭാഗമാണ്. ഇൻ എ പോളിജെനിക് ട്രേറ്റ് ദ ഫീനോടൈപ്പ് റിഫ്ലെക്ട്സ് the contribution of each allele, that is the effect of each allele is additive. ഓരോ അല്ലീലിന്റെ ഇഫക്റ്റ് അവിടെ കാണാൻ സാധിക്കും പോളിജെനിക് ട്രേറ്റുകളിൽ. അവിടെ കണ്ടാൽ നിങ്ങൾക്കറിയാം, വൈറ്റ് തുടങ്ങി ടിൻറ്റഡ് ആയി കളർ ചേഞ്ച് ചെയ്ത് തുടങ്ങി, ഷെയ്ഡഡ് കളർ വന്നു, ലാസ്റ്റ് ആവുമ്പോൾ കംപ്ലീറ്റ് ബ്ലാക്ക് ആണ്. അപ്പോൾ കുറേ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എൻവയോൺമെന്റ് വളരെ ഇമ്പോർട്ടൻറ്റ് റോള് പ്ലേ ചെയ്യുന്നുണ്ട് ഈ ഹ്യൂമൻ സ്കിൻ കളറിലും ഹൈറ്റിലും ഒക്കെ. അസ്യൂം ദാറ്റ് 3 ജീൻസ്, 3 ജീൻസ് ABC എന്ന 3 ജീൻസ് ആണ് ഹ്യൂമൻ സ്കിൻ കളറിനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ഡോമിനന്റ് ഫോംസ് ക്യാപിറ്റൽ A, ക്യാപിറ്റൽ B, ക്യാപിറ്റൽ C. എന്തിനു വേണ്ടി ആ 3 വന്നാൽ ഡാർക്ക് സ്കിൻ കളറാണ്. റിസസീവ് ആയിട്ടുള്ളത് കണ്ടീഷൻ സ്മോൾ A, സ്മോൾ B, സ്മോൾ C ആണ്. അത് ലൈറ്റ് സ്കിൻ കളറിന് കാരണമാവുന്നു. അപ്പോൾ ജീനോടൈപ്പ് വിത്ത് ഓൾ ദ ഡോമിനന്റ് അലീൽസ്, എല്ലാ അലീൽസും ഡോമിനന്റ് ആണെങ്കിൽ അവരുടെ സ്കിൻ കളർ ഏറ്റവും ഡാർക്കസ്റ്റ് ആയിരിക്കും, ഏറ്റവും ബ്ലാക്ക് ആയിട്ടുള്ള ആളായിരിക്കും അവർ. എല്ലാം റിസസീവ് അലീൽസ് ആണെങ്കിൽ ഏറ്റവും ലൈറ്റസ്റ്റ് സ്കിൻ കളർ, നമ്മൾ ഫെയർ സ്കിൻ എന്ന് പറയുന്ന വെളുത്ത ആളുകളായിരിക്കും ഏറ്റവും എല്ലാ റിസസീവ് അലീൽസ് ആണെങ്കിൽ. ഇനി 3 ഡോമിനന്റും 3 റിസസീവ് ആണെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള സ്കിൻ കളറാണ് ഉണ്ടാവുക. Thus, the number of each type of alleles in the genotype determine the darkness or the lightness of the skin. അപ്പോൾ ഈ അല്ലീൽസിന്റെ കോമ്പിനേഷൻസ് അനുസരിച്ചാണ് സ്കിൻ കളറ് ലൈറ്റ് കളറാണോ ഡാർക്ക് കളറാണോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ബ്ലാക്ക് ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു ട്രേറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഒന്നിൽ കൂടുതൽ ജീൻസ് ഉണ്ട് അവിടെ. നെക്സ്റ്റ് ഈസ് പ്ലിയോട്രോപ്പി. Here a single gene exhibits
multiple phenotypic expressions. Such a gene is called pleiotropic gene. ഇതുവരെ നമ്മൾ കണ്ടത് ഒരു ജീൻ ഒരു ക്യാരക്ടറിനെ മാത്രമേ എക്സ്പ്രസ്ഡ് ആവുള്ളൂ, ഒരു ജീനിന് ഒരു ക്യാരക്ടർ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ ഒരു സിംഗിൾ ജീൻ ഒന്നിൽ കൂടുതൽ ഫിനോടൈപ്പിക് ക്യാരക്ടർ എക്സ്പ്രസ്ഡ് ആവുന്ന ഒരു കേസാണ് അങ്ങനത്തെ ജീനിനെയാണ് പ്ലിയോട്രോപിക് ജീൻ എന്ന് പറയാം. ഇൻ മോസ്റ്റ് കേസസ് മെക്കാനിസം ഓഫ് പ്ലിയോട്രോപ്പി is the effect of a gene on metabolic pathways which contributes towards different phenotypes. സാധാരണ കേസിൽ ഈ പ്ലിയോട്രോപ്പി വരുന്നത് ആ ജീൻ മെറ്റബോളിക് പാത്വേസിലാണ് കൺട്രോൾ ചെയ്യുന്നത്. ഒരു ജീന് ഫൈനലി പ്രോട്ടീൻ ആവുന്ന വഴിയിലുള്ള പാത്വേ ഉണ്ടല്ലോ, ആ പാത്വേയിലാണ് ഇതിൽ കൺട്രോൾ വരിക. എക്സാമ്പിൾ സ്റ്റാർച്ച് സിന്തസിസ് ഇൻ പീ പ്ലാന്റ്, ഫിനൈൽ കീറ്റോന്യൂറിയ, സിക്കിൾ സെൽ അനീമിയ. ഈ കേസസിലെല്ലാം അങ്ങനെയാണ്. ഇൻ ഫിനൈൽ കീറ്റോന്യൂറിയ ആൻഡ് സിക്കിൾ സെൽ അനീമിയ the mutant gene has many phenotypic effects. Phenylketonuria causes mental retardation, reduction in hair and skin pigmentation. അപ്പോൾ കുറേ ഇഫക്ട്സ് ഉണ്ടാവുന്നുണ്ട്. ഫിനൈൽകീറ്റോന്യൂറിയ എന്ന ഡിസീസ് ഉണ്ടാവുമ്പോൾ മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ടാവാം, റിഡക്ഷൻ ഇൻ ഹെയർ ഉണ്ടാവും, സ്കിൻ പിഗ്മെന്റേഷനിലും വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ കുറേ ട്രേറ്റ്സിന് ഒരു ജീൻ കാരണമാവുകയാണ്. ദാറ്റ് കണ്ടീഷൻ ഇസ് കോൾഡ് ആസ് പ്ലിയോട്രോപ്പി. ഇനി പീ പ്ലാന്റിൽ സ്റ്റാർച്ച് സിന്തസിസ് ആണെങ്കിലോ, starch is synthesized effectively by BB gene. Therefore, large starch grains are produced. Small BB have lesser efficiency in starch synthesis and produce smaller starch grains. Starch grain size also shows incomplete dominance. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായത് 2 ക്യാപിറ്റൽ ബി ആണ് അവിടെ വരുന്ന ജീനെങ്കിൽ ആ സീഡിൽ കൂടുതൽ സ്റ്റാർച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ സീഡിൻ്റെ വലിപ്പം കൂടുന്നു, സ്റ്റാർച്ച് ഗ്രെയിൻ്റെ വലിപ്പം കൂടുന്നു. ഇനി 2 സ്മോൾ ബി ആണെങ്കിൽ കുറച്ച് സ്റ്റാർച്ച് ഉണ്ടാവുള്ളൂ, അപ്പോൾ അതിൻ്റെ വലിപ്പം കുറയുന്നു, സൈസ് കുറയുന്നു. ഇനി ഇന്റർമീഡിയറ്റ്, ഇതിന് രണ്ടിന്ന് ഓരോ അല്ലിയിലാണ് കമ്പൈൻ ചെയ്ത് പുതിയൊരു ജനറേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ആ സീഡിൻ്റെ സൈസ് ഇതിൻ്റെ വലുതും അല്ല ചെറുതും അല്ല, അതിൻ്റെ ഇടയിലുള്ള ഒരു സൈസാണ് വരിക. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമുക്ക് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൻ്റെ എക്സാമ്പിളായിട്ടും പറയാൻ സാധിക്കും. Chromosomal theory of inheritance. നോർമലി ഈ തിയറിയിൽ എത്തിയതിൻ്റെ കാരണങ്ങളാണ് പറയുന്നത്. വൈ ഡിഡ് മെൻഡൽസ് വർക്ക് റിമെയിൻ അൺറെക്കഗ്നൈസ്ഡ്? എന്തുകൊണ്ടാണ് ഗ്രിഗർ മെൻഡലിൻ്റെ വർക്ക് ആദ്യം റെക്കഗ്നൈസ്ഡ് ആവാതിരുന്നത്? കമ്മ്യൂണിക്കേഷൻ വാസ് നോട്ട് ഈസി. ആ ഒരു കാലഘട്ടത്തിൽ അത്രയും ഈസി ആയിട്ട് എല്ലായിടത്തേക്കും ഈ വർക്കിൻ്റെ ഡീറ്റെയിൽസ് എത്താൻ സാധിച്ചിരുന്നില്ല. ഹിസ് മാത്തമാറ്റിക്കൽ അപ്രോച്ച് വാസ് ന്യൂ ആൻഡ് അൺആക്സെപ്റ്റബിൾ. അപ്പോൾ അന്ന് അദ്ദേഹം ചെയ്ത മാത്തമാറ്റിക്കൽ വർക്ക് ഒരു പുതിയ മെത്തേഡായിരുന്നു, അത് എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ദ കോൺസെപ്റ്റ് ഓഫ് ജീൻസ് ആസ് സ്റ്റേബിൾ ആൻഡ് ഡിസ്ക്രീറ്റ് യൂണിറ്റ്സ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ കണ്ടിന്യൂസ് വേരിയേഷൻ. അപ്പം അദ്ദേഹം അതിൽ വേരിയേഷൻ ഉണ്ടാവുന്നുണ്ട് നമുക്കറിയാം അല്ലേ. ഒരു തലമുറ കഴിഞ്ഞ് അടുത്ത തലമുറയിലേക്ക് ജീൻസ് കൈമാറ്റം ചെയ്യുന്നുണ്ടെങ്കിലും രണ്ട് തലമുറയിലെ ആളുകളും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ വേരിയേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ വർക്ക്സിന് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ പ്രിൻസിപ്പിൾസിനൊന്നും സാധിച്ചിരുന്നില്ല. He could not give physical proof for the existence of factors. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിലുള്ള ടെക്നോളജി വളരെ അത്രയും അഡ്വാൻസ്ഡ് അല്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ജീൻസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സിൻ്റെ ഒരു പ്രൂവ് ചെയ്യാൻ സാധിച്ചില്ല. അതൊക്കെ കൊണ്ടാണ് ഗ്രിഗർ മെൻഡലിൻ്റെ വർക്ക് അത്രയും റെക്കഗ്നൈസ്ഡ് ആവാതിരുന്നത്. ഇൻ 1900 ഡി വ്രീസ്, കോറൻസ് ആൻഡ് വോൺ ഷെർമാർക്ക് ഇൻഡിപെൻഡൻ്റ്ലി ഡിസ്കവേർഡ് മെൻഡൽസ് റിസൾട്ട്സ്. അപ്പോൾ ഗ്രിഗർ മെൻഡൽ ചെയ്ത വർക്കുകൾ വീണ്ടും അതിൻ്റെ റിസൾട്ട്സ് എല്ലാം ഒറ്റയ്ക്ക് ഈ 3 സയൻറ്റിസ്റ്റും 1900 വീണ്ടും ആ വർക്ക് ചെയ്ത റിസൾട്ട്സിലേക്ക് എത്താൻ സാധിച്ചു. നൗ വി ക്യാൻ സി ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. ആ തിയറി പ്രപ്പോസ് ചെയ്തത് വാൾട്ടർ സട്ടൺ ആൻഡ് തിയഡോർ ബോവറി. 1902 ഈ തിയറി വന്നത്. ദേ സെഡ് ദാറ്റ് pairing and separation of a pair of chromosomes lead to segregation of a pair of factors they carried. ആക്ച്വലി ഗ്രിഗർ മെൻഡൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇവർ പറയുന്നത് ക്രോമസോമിൻ്റെ ബേസിൽ എക്സ്പ്ലെയിൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സെപ്പറേഷൻ ഓഫ് ഒരു ക്രോമസോമിൻ്റെ ഡിവിഷൻ, സെൽ ഡിവിഷൻ നടക്കുന്ന സമയത്ത് ക്രോമസോംസ് സെപ്പറേറ്റഡ് ആവും. ക്രോമസോംസിലാണ് എന്തിരിക്കുന്നത്? ഈ ജീൻസ് ഇരിക്കുന്നത്. അപ്പോൾ ക്രോമസോംസ് സെപ്പറേറ്റഡ് ആയി പോകുമ്പോൾ ആ ജീൻസും സെപ്പറേറ്റഡ് ആവുന്നുണ്ടെങ്കിൽ സെഗ്രിഗേറ്റഡ് ആവുന്നു. ഇതാണ് ഗ്രിഗർ മെൻഡൽ പറഞ്ഞ ലോ ഓഫ് സെഗ്രിഗേഷൻ. Sutton united chromosomal segregation with
മെൻഡേലിയൻ പ്രിൻസിപ്പിൾസ് ആൻഡ് കോൾഡ് ഇറ്റ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. അപ്പോൾ അവർ ഗ്രിഗർ മെൻഡലിൻ്റെ പ്രിൻസിപ്പിൾസും ഇവരുടെ കണ്ടുപിടുത്തവും ക്രോമസോമിൻ്റെ മൂവ്മെൻറ്റും കൂടിയും അതും കൂടി ഉൾപ്പെടുത്തി അവരൊരു തിയറി ഡെവലപ്പ് ചെയ്തു, പ്രപ്പോസ് ചെയ്തു. ആൻഡ് ദാറ്റ് തിയറി ഈസ് കോൾഡ് ആസ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. ആ തിയറിയുടെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഇതൊക്കെയാണ്. ക്രോമസോംസ് ആർ വെഹിക്കിൾസ് ഓഫ് ഹെറിഡിറ്റി. 2 identical chromosomes form a homologous pair. അപ്പോൾ ഹോമലോഗസ് പെയർ ഓഫ് ക്രോമസോംസ് ആണ് കാണിച്ചിരിക്കുന്നത്. ക്രോമസോമിൽ കാണുന്ന ഓരോ ലൈൻസ് എന്ന് ഉദ്ദേശിക്കുന്ന ഓരോ ജീൻസ് ആണ്. ഇനി ഹോമലോഗസ് പെയർ ഓഫ് ക്രോമസോംസ്, അതിൽ സെപ്പറേറ്റഡ് ആയി ഓരോന്നും ക്രോമസോം ഒരു ഭാഗം ഫാദറിൻ്റെയും ഒരു ഭാഗം മദറിൻ്റെയും ആണ് വരിക. അപ്പോൾ അത് റെപ്ലിക്കേറ്റ് ചെയ്ത് ക്രോമാറ്റിഡ്സ് ഫോം ചെയ്യുന്നു. അപ്പോൾ ഓരോന്നിലും ഉള്ള ജീൻസും സെപ്പറേറ്റഡ് ആവുന്നു. ഹോമലോഗസ് പെയർ സെഗ്രിഗേറ്റ് ഡ്യൂറിങ് ഗാമേറ്റ് ഫോർമേഷൻ. ഗാമേറ്റ് ഫോം ചെയ്യുന്ന സമയങ്ങളിൽ ഈ ഹോമലോഗസ് പെയർ ഓഫ് ക്രോമസോംസ് സെപ്പറേറ്റ് ചെയ്യുന്നു. കണ്ടോ, ഇവിടെ സെപ്പറേറ്റ് ചെയ്ത് ജേം സെൽസിലേക്ക് സെപ്പറേറ്റഡ് ആയിട്ട് പോകുന്നു. ഇവിടെ പെയർ ആയിരുന്നു, ഇത് സെപ്പറേറ്റ് ചെയ്ത് ഓരോന്നോരോന്നായിട്ടാണ് പോകുന്നത്. ഇത് ക്രോമസോം സെപ്പറേറ്റഡ് ആവുന്ന അനുസരിച്ച് ക്രോമസോമിലുള്ള ജീൻസും സെപ്പറേറ്റഡ് ആവുന്നു. അല്ലെങ്കിൽ ഫാക്ടേഴ്സ്, ഗ്രിഗർ മെൻഡലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ജീൻസ് എന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സ് ആണ്. ഫാക്ടേഴ്സും സെപ്പറേറ്റഡ് ആവുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് സെഗ്രിഗേഷൻ ഓഫ് ക്രോമസോംസ്. ഇത് തന്നെയാണ് ഗ്രിഗർ മെൻഡൽ പറഞ്ഞ ലോ ഓഫ് segregation. Factors segregate during gamete formation. Independent pairs segregate independently. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് പെയേഴ്സ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. അതായത് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് തന്നെയാണ് ഇവിടെ പറയുന്നത്. തോമസ് ഹണ്ട് മോർഗൻ വർക്ക്ഡ് വിത്ത് ദ ഫ്രൂട്ട് ഫ്ലൈസ്. ഫ്രൂട്ട് ഫ്ലൈസ് എന്ന് പറഞ്ഞാൽ പഴം ഒക്കെ വരുമ്പോൾ വരുന്ന ഈച്ചയാണ് ഫ്രൂട്ട് ഫ്ലൈ. ഡ്രോസോഫില മെലനോഗാസ്റ്റർ. ഈ ഫ്രൂട്ട് ഫ്ലൈയിലാണ് തോമസ് ഹണ്ട് മോർഗൻ വർക്ക് ചെയ്തത്. അദ്ദേഹമാണ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വർക്ക്സ് നടത്തിയത്. ഡ്രോസോഫില എന്ന ഒരു ഫ്രൂട്ട് ഫ്ലൈനെ ഉപയോഗിക്കാനുള്ള കാരണം ദേ ക്യാൻ ഗ്രോ ഓൺ എ സിമ്പിൾ സിന്തറ്റിക് മീഡിയം. സാധാരണ നമ്മൾ വർക്ക്സ് ഒക്കെ നടത്തുമ്പോൾ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു സ്പെസിമെനാണ് യൂസ് ചെയ്യുക. പിന്നെ അതിൻ്റെ ലൈഫ് സൈക്കിൾ പെട്ടെന്ന് കംപ്ലീറ്റഡ് ആവണം. പിന്നെ ബ്രീഡിങ് എല്ലാ സമയത്തും ബ്രീഡിങ് ചെയ്യാൻ പറ്റുന്നതാവണം. അങ്ങനെ കുറേ ഫാക്ടേഴ്സ് കണക്കിലെടുത്തിട്ടാണ് ഒരു റിസർച്ച് വർക്ക് ചെയ്യുമ്പോൾ സ്പെസിമിനെ നമ്മൾ തീരുമാനിക്കുക. സോ ഡ്രോസോഫിലയുടെ ക്വാളിറ്റീസ് ഇതൊക്കെയായിരുന്നു. ദേ ക്യാൻ ഗ്രോ ഓൺ എ സിമ്പിൾ സിന്തറ്റിക് മീഡിയം. സിമ്പിൾ മീഡിയത്തിൽ ഗ്രോ ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഷോർട്ട് ജനറേഷൻ ടൈം, ലൈഫ് സൈക്കിൾ 12 to 14 ഡേയ്സിനുള്ള ലൈഫ് സൈക്കിൾ കംപ്ലീറ്റഡ് ആവുമായിരുന്നു. ബ്രീഡിങ് ഇയർ മുഴുവൻ ബ്രീഡ് ചെയ്യുന്നതാണ്. പിന്നെ ഓരോ മെയ്റ്റിംഗ് കഴിയുമ്പോഴും ഹൺഡ്രഡ്സ് ഓഫ് പ്രോജനീസ്, കുറേ അടുത്ത തലമുറ ഉണ്ടാവുമായിരുന്നു. മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലൈസ് ആർ ഈസിലി ഡിസ്റ്റിങ്വിഷബിൾ. രണ്ട് ഫ്ലൈസും, മെയിൽ ഫ്ലൈയും ഫീമെയിൽ ഫ്ലൈയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ ഈസി ആയിരുന്നു. കാരണം മെയില് ഫീമെയിലേക്കാളും സ്മോളർ ആവുകൊണ്ട് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇറ്റ് ഹാസ് മെനി ടൈപ്സ് ഓഫ് ഹെറിഡിറ്ററി വേരിയേഷൻസ് ദറ്റ് ക്യാൻ ബി സീൻ വിത്ത് ലോ പവർ മൈക്രോസ്കോപ്പ്. ലോ പവർ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് കുറേ വേരിയേഷൻസ് ഒക്കെ നമുക്ക് ശരിക്കും എക്സ്പ്രസ്ഡ് ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ടാണ് തോമസ് ഹണ്ട് മോർഗൻ ഡ്രോസോഫിലയിൽ ഈ സ്റ്റഡി നടത്താൻ കാരണം. ഇനി നെക്സ്റ്റ് ഫിനോമിനൻ ഈസ് ലിങ്കേജ്. Linkage is the physical association of 2 or more genes on a chromosome. ഒരു ക്രോമസോമിൽ 2 അതിൽ കൂടുതൽ ജീൻസിന്റെ ഒരു ഫിസിക്കൽ അസോസിയേഷൻ ആണ് ലിങ്കേജ് എന്ന് പറയുന്നത്. ലിങ്ക് ആയിട്ടിരിക്കുക, ജോയിൻ ചെയ്തിരിക്കുന്ന പോലെ. ജോയിന്റ് അല്ല, ആക്ച്വലി അടുത്തടുത്തിരുന്ന് ഒരു ലിങ്ക്ഡ് ഫോമിൽ ഇരിക്കുക എന്ന് പറയുന്നത്. ലിങ്ക്ഡ് ജീൻസ് ഡു നോട്ട് ഷോ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. നമ്മൾ ഇതുവരെ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് പറഞ്ഞെങ്കിലും ഈ ലിങ്ക്ഡ് ജീൻസിന്, ലിങ്ക്ഡ് ആയിട്ടിരിക്കുന്ന ജീൻസ് ഒരിക്കലും ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് കാണിക്കില്ല. റീകോമ്പിനേഷൻ. എന്താണ് റീകോമ്പിനേഷൻ? ഇറ്റ് ഈസ് ദ ജനറേഷൻ ഓഫ് നോൺ പാരന്റൽ ജീൻ കോമ്പിനേഷൻ. ഇതുവരെ നമ്മൾ പഠിച്ചത് പാരന്റിന്റെ അലീൽസ് വന്നിട്ട് പുതിയൊരു തലമുറയിൽ നെക്സ്റ്റ് ജനറേഷനിലേക്ക് പോകുമ്പോൾ അതുപോലെ കോമ്പിനേഷൻസ് ആണ് കണ്ടത്. പക്ഷെ റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ പാരന്റിൽ കാണാത്തൊരു കോമ്പിനേഷനും കാണുന്നുണ്ട്. റീകോമ്പിനേഷൻ ഒക്കേഴ്സ് ഡ്യൂ ടു ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഓർ ക്രോസിംഗ് ഓവർ. റീകോമ്പിനേഷൻ നടക്കുന്നത് സാധാരണ ക്രോസിംഗ് ഓവറോ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റോ നടക്കുമ്പോഴാണ്. അപ്പോൾ ലിങ്കേജ് എന്ന് പറഞ്ഞാൽ 2 അതിൽ കൂടുതൽ ജീൻസിന്റെ ഒരു ഫിസിക്കൽ അസോസിയേഷനെ ലിങ്കേജ് എന്ന് പറയാം. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ലിങ്ക്ഡ് ജീൻസ് എയും ബിയും ടൈറ്റ്ലി ലിങ്ക്ഡ് ആണ്. പക്ഷേ ഈ കേസിലോ എയും ബിയും ലൂസ്ലി ലിങ്ക്ഡ് ആണ്. ഇതാണ് ലിങ്കേജ്. ഇനി ക്രോസിംഗ് ഓവറാണ് ഈ കാണിച്ചിരിക്കുന്നത്. 2 പാരന്റ് ക്രോമസോം
അവിടെ ക്രോസ് ചെയ്തു, കണ്ടോ, രണ്ടും ക്രോസ് ചെയ്തു. ഇതിൽ ഈ ക്രോമസോമിന്റെ ഹാഫ് ഇതിലേക്ക് വന്നു, ഈ ക്രോമസോമിന്റെ ഹാഫ് ഇതിൽ വന്നു. അപ്പോൾ പാരന്റിൽ കാണാത്ത ഒരു കോമ്പിനേഷനാണ് ഇതിൽ കണ്ടത്. സോ റീകോമ്പിനേഷൻ അവിടെ നടന്നു. അത് റീക്രോസിങ് ഓവർ എന്ന പ്രോസസ്സ് വഴിയാണ് റീകോമ്പിനേഷൻ നടന്നിരിക്കുന്നത്. സോ ഇതെല്ലാം ആണ് നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസിൽ വരുന്നത്. കുറേ ഫിനോമിനൻസ് ഉണ്ട്. ഗ്രിഗർ മെന്റൽ കണ്ടുപിടിച്ച ഫിനോമിനൻസിനും അപ്പുറത്തേക്കായിട്ട് വന്ന പുതിയ കാര്യങ്ങളാണ് ഇതൊക്കെ, ലിങ്കേജും റീകോമ്പിനേഷനും. Grigor, Thomas Hunt Morgan carried out several dihybrid crosses in Drosophila to study the sex-linked genes. അപ്പോൾ അദ്ദേഹം നടത്തിയ കുറേ വർക്ക്സിൽ 2 ക്രോസാണ് ഈ പറയുന്നത്. ക്രോസ് 1, യെല്ലോ ബോഡിയുടും വൈറ്റ് ഐഡും ആയിട്ടുള്ള ഫീമെയിൽസിനെ ബ്രൗൺ ബോഡിയുടും റെഡ് ഐഡ് ആയിട്ടുള്ള മെയിൽസായിട്ട് ക്രോസ് ചെയ്തു, ഒരു ക്രോസ്. സെക്കൻഡ് ക്രോസിൽ വൈറ്റ് ഐഡ് മിനിയേച്ചർ വിങ്ഡിനെ, അതിൻ്റെ അലീൽസാണ് ഇതിരിക്കുന്നത്, റെഡ് ഐഡ് ലാർജ് വിങ്ഡ് ആയിട്ട് ക്രോസ് ചെയ്തു. 2 ക്രോസാണത്. ഈ 2 ക്രോസിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടിയ ഫൈൻഡിങ്സ് ഇതൊക്കെയായിരുന്നു. The 2 genes did not segregate independently and the F2 ratio deviated from 9:3:3:1. 2 ജീൻസ് അദ്ദേഹത്തിന് കിട്ടിയ റിസൾട്ടിൽ, നമ്മൾ ഗ്രിഗർ മെന്റൽ ചെയ്ത വർക്കിൽ ഡൈഹൈബ്രിഡ് ക്രോസിൽ സാധാരണ കിട്ടിയ റേഷ്യോ 9:3:3:1 ആണ്. പക്ഷെ ഈ റേഷ്യോ അദ്ദേഹത്തിന് കിട്ടിയില്ല. ജീൻസ് വെർ ലൊക്കേറ്റഡ് ഓൺ എക്സ് ക്രോമസോം. എക്സ് ക്രോമസോമിലാണ് ഈ സെപ്പറേറ്റഡ് ആവാത്ത ജീൻസ്. അപ്പോൾ ജീൻസ് സെപ്പറേറ്റഡ് ആവുമെന്ന് പറഞ്ഞെങ്കിലും ഈ സ്റ്റഡി കഴിഞ്ഞപ്പോൾ, ഡ്രോസോഫിലയിൽ മോർഗൻ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ജീൻസ് സെപ്പറേറ്റഡ് ആവുന്നില്ല എന്ന് മനസ്സിലായി. ലോ ഓഫ് സെഗ്രിഗേഷൻ അവിടെ നടന്നില്ല എന്ന് മനസ്സിലായി. അതുപോലെ ഗ്രിഗർ മെന്റൽ പറഞ്ഞ ഡൈഹൈബ്രിഡ് റേഷ്യോ 9:3:3:1 കിട്ടിയില്ല എന്ന് മനസ്സിലായി. ഒരു കാര്യം കൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി, ഈ സെപ്പറേറ്റഡ് ആവാത്ത ജീൻസ് ഇരുന്നത് ഏത് ക്രോമസോമിലാണ്? എക്സ് ക്രോമസോമിലായിരുന്നു. When 2 genes were situated on same chromosome, proportion of parental gene combinations was much higher than the non-parental type. This is due to linkage. അപ്പോൾ 2 ജീൻസും ഒരു ക്രോമസോമിൽ തന്നെ ഇരുന്നത് കൊണ്ട് തന്നെ, സെപ്പറേറ്റ് ആവാത്തത് കൊണ്ട് തന്നെ പാരന്റൽ കോമ്പിനേഷൻസ് ആണ് കൂടുതൽ ഉണ്ടായത്. അതിന്റെ കാരണം, പാരന്റ് കോമ്പിനേഷൻ തന്നെ വരാനുള്ള ഒരു കാരണം ലിങ്കേജ് എന്ന ഫിനോമിനൻ അവിടെ നടന്നതുകൊണ്ടാണ്. Genes of white eye and yellow body were tightly linked and showed only 1.3% recombination. അപ്പോൾ ടൈറ്റ്ലി ലിങ്ക്ഡ് ആയിട്ടുള്ള ജീൻസിന്റെ റീകോമ്പിനേഷൻ വളരെ കുറവാണ്. പുതിയ കോമ്പിനേഷൻസ് അവർ ഫോം ചെയ്യില്ല. നിങ്ങൾക്ക് എക്സാമ്പിൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ ക്രോസ്, ഫസ്റ്റ് ക്രോസിൽ വൈയും ഡബ്ല്യൂയും ലിങ്ക്ഡ് ജീൻസ് ആണ്, കണ്ടോ? അത് അതേപോലെ കണ്ടിന്യൂ ചെയ്യാണ്. ദിസ് ഇസ് ടൈറ്റ്ലി ലിങ്ക്ഡ് ജീൻസ്. ആ ഇതിൽ പാരന്റൽ ടൈപ്പ് 98.7%, റീകോമ്പിനന്റ് ടൈപ്സ് 1.3% ആണ്. കാരണം ഈ ജീൻസ് വൈയും ഡബ്ല്യൂയും ലിങ്ക്ഡ് ജീൻസ് ആയതുകൊണ്ട്. പക്ഷെ ഇവിടെ നെക്സ്റ്റ് ക്രോസിൽ കണ്ടത് എങ്ങനെയാണ്? ഡബ്ല്യൂയും എമ്മും ലിങ്ക്ഡ് അല്ല. കാരണം ആ ഒരു ഡിസ്റ്റൻസ് തന്നെ നമുക്ക് കണ്ടറിയാം, ദേ ആർ നോട്ട് ലിങ്ക്ഡ് ജീൻസ്. അതുകൊണ്ട് തന്നെ അവിടെ വേറൊരു കോമ്പിനേഷൻസ് വരുന്നു. പാരന്റൽ ടൈപ്പ് 62.8% ഉള്ളൂ. പക്ഷെ റീകോമ്പിനന്റ് ടൈപ്പ് പാരന്റിൻ്റെ അല്ലാത്ത വേറെ കോമ്പിനേഷൻസ് എത്ര വന്നു? 37.2% വന്നു. ഇവിടെ ലിങ്ക്ഡ് ജീൻസ് അല്ല, ഇത് ലിങ്ക്ഡ് ജീൻസ് ആണ്. ടൈറ്റ്ലി ലിങ്ക്ഡ് ജീൻസ് ഷോ ലോ റീകോമ്പിനേഷൻ. അതിൽ നിന്ന് എന്താ മനസ്സിലായേ? ലിങ്ക്ഡ് ജീൻസ് റീകോമ്പിനേഷൻ കുറവായിരുന്നു ലിങ്ക്ഡ് ജീൻസിൽ. പക്ഷെ ലൂസ്ലി ലിങ്ക്ഡ് ജീൻസ് ആണ്, ഡബ്ല്യു എമ്മും കണ്ടോ, ദൂരം ഡിസ്റ്റൻസ് ഡിഫറെൻറ്റ്, നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ലിങ്കേജ് കുറവാണ് അവിടെ. അങ്ങനത്തെ ജീൻസിൽ ഹൈ റീകോമ്പിനേഷൻ വന്നു. ഈ കേസിൽ മാത്രം പാരന്റൽ കോമ്പിനേഷൻ അല്ലാത്ത വേറെ കോമ്പിനേഷൻസ് വന്നു. നമുക്ക് കണ്ടറിയാം, ഇവിടെ ബ്ലൂവും യെല്ലോ ആണ്, പക്ഷെ ഇവിടെ വന്നപ്പോൾ മിക്സ്ഡ് ആയി വന്നു, കണ്ടോ? പാരന്റിൻ്റെ അല്ലാത്തൊരു കോമ്പിനേഷൻസ് ഈ ലൈനിൽ നമുക്ക് കാണാം. അതിന് കാരണം ഇവിടുത്തെ ജീൻസ് ലൂസ്ലി ലിങ്ക്ഡ് ആണ്, ഇവിടുത്തെ ജീൻസ് ടൈറ്റ്ലി ലിങ്ക്ഡ് ആയതുകൊണ്ട് പാരന്റൽ കോമ്പിനേഷൻസ് ആണ് കൂടുതൽ. പക്ഷെ ഇവിടെ റീകോമ്പിനേഷൻ ആണ്, ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ റീകോമ്പിനേഷൻ കൂടുതലായിരുന്നു. ആൽഫ്രഡ് സ്റ്റേർട്ട്വാൻഡ് used the recombination frequency between gene pairs for measuring the distance between genes and mapped their position on the chromosome. അപ്പോൾ ഈ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ജീൻസിൻ്റെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി അദ്ദേഹം യൂസ് ചെയ്തു. ആൻഡ് അങ്ങനെ ഓരോ ക്രോമസോമിലും ജീൻ പൊസിഷൻ മാപ്പ് ചെയ്യാൻ സഹായിച്ചു. ജനറ്റിക് മാപ്സ് ആർ യൂസ്ഡ് ആസ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇൻ ദ സീക്വൻസിങ് ഓഫ് ജീനോം. ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിൽ ഈ ജനറ്റിക് മാപ്സ് ആണ് ജീൻ സീക്വൻസിങ്ങിന് അല്ലെങ്കിൽ ജീനോം സീക്വൻസിങ്ങിന് സഹായിച്ചത്.
So this is the end of this portion.